നമ്മുടെ നാട്ടിൽ ഏറ്റവും ചിലവ് കുറവിൽ കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ കഴിയുന്ന യാത്രാമാർഗം ഏത് എന്ന ചോദ്യത്തിന് ഉള്ള ഏക ഉത്തരം അത് ട്രെയിൻ എന്നായിരിക്കും. ടിക്കറ്റ് നിരക്ക് കുറവാണെങ്കിലും ചെക്കിംഗ് വളരെ അധികം കർശനമാണ് ട്രെയിനുകളിൽ. ₹1 പോലും ടിക്കറ്റിനായി നൽകേണ്ടതില്ല, ചെക്കിങ്ങിന് ടിയുമില്ല. എല്ലാ ദിവസവും സർവീസ് നടത്തുകയും ചെയ്യുന്ന ഒരു ട്രെയിൻ ഉണ്ട്. ഈ ട്രെയിൻ പുറം രാജ്യത്തൊന്നുമല്ല, നമ്മുടെ നാട്ടിൽ തന്നെയാണ്. ഒരു ദിവസം രാജ്യത്ത് 1000-ലേറെ ട്രെയിനുകൾ ആണ് സർവീസ് നടത്തുന്നത്. കുറഞ്ഞ ചിലവിൽ കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു യാത്രാമാർഗം ആയതിനാൽ ഒരു ദിവസം ഒരുപാട് പേരാണ് ട്രെയിൻ സർവീസിനെ ആശ്രയിക്കുന്നത്. ഏഷ്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ റെയിൽവേ ശൃംഖലയാണ് നമ്മുടെ രാജ്യത്തേത്. ടിക്കറ്റ് ഇല്ലാതെ ഒരു ട്രെയിൻ യാത്ര വളരെ ദുരിതം പിടിച്ചതായിരിക്കും. ടിക്കറ്റ് ഇല്ലാതെ ഒരുപാട് പേർ ട്രെയിനിൽ യാത്ര ചെയ്യുന്നുമുണ്ട്. ഇനി അഥവാ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം തീർന്നു തന്നെ. എന്നാൽ ഒരു ട്രെയിനിൽ നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യാം. ഭക്രാനങ്കൽ എന്ന ട്രെയിനിൽ ആണ് സൗജന്യ യാത്ര സാധ്യമാകുന്നത്. ഈ കഴിഞ്ഞ 75 വർഷമായി ഈ ട്രെയിൻ രാജ്യത്ത് സർവീസ് നടത്തുന്നു. പഞ്ചാബിന്റെയും ഹിമാചലിന്റെയും അതിർത്തികളിലൂടെ ഭക്രയ്ക്കും നങ്കലിനും ഇടയിൽ ആണ് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത്. ഏകദേശം 27ഓളം കിലോമീറ്റർ വരും. 30 മിനിറ്റ് മാത്രമാണ് ഈ ട്രെയിൻ സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം. ശിവാലിക് മലനിരകളിലൂടെ സഞ്ചരിക്കുന്ന ട്രെയിൻ സത്ലജ് നദി മുറിച്ചുകടന്നാണ് പോകുന്നത്. ഏകദേശം 300ഓളം വരുന്ന യാത്രക്കാരുടെയും 25ഓളം ഗ്രാമങ്ങളുടെയും ഏക ആശ്രയമാണ് ഈ ട്രെയിൻ. ദിവസവും 2 ട്രിപ്പ് ആണ് ഉള്ളത്. എല്ലാ ദിവസം രാവിലെ 7 മണിക്ക് നങ്കൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ 8:20ഓടെ ഭക്രയിൽ എത്തും. അതുപോലെ വൈകിട്ട് 3:05-ന് എടുക്കുന്ന ട്രെയിൻ 4:20 ആകുമ്പോൾ തിരിച്ച് നങ്കൽ സ്റ്റേഷനിൽ എത്തിച്ചേരും. നങ്കലിൽ യാത്രാ സൗകര്യങ്ങൾ ഇല്ലാതിരുന്ന കാലത്ത് 1948-ലാണ് ഈ ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നത്. അവർക്ക് ടിക്കറ്റ് ഇല്ലാതെ ഈ ട്രെയിനിൽ യാത്ര ചെയ്യാം. ഭക്കർ നങ്കൽ അണക്കെട്ടിന്റെ നിർമ്മാണ വേളയിലാണ് ട്രെയിനിന്റെ ആവശ്യം ഉണ്ടെന്ന് തിരിച്ചറിയുന്നത്. ഹെവി മെഷീനറികളുടെയും ജീവനക്കാരുടെയും യാത്ര സുഗമമാക്കുന്നതിന് റൂട്ടിൽ റെയിൽവേ ട്രാക്ക് സ്ഥാപിച്ചു. തുടക്കത്തിൽ സ്റ്റീം എഞ്ചിനുകൾ ഉപയോഗിച്ചാണ് ട്രെയിൻ പ്രവർത്തിപ്പിച്ചിരുന്നത്. പിന്നീട് അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത 3 എഞ്ചിനുകൾ അവയ്ക്ക് പകരം ഉപയോഗിക്കാൻ തുടങ്ങി. അവയിൽ 2 എണ്ണം ഇന്നും പ്രവർത്തിക്കുന്നു.